To be economics and history students, ഞാൻ ജ്യോതി ടീച്ചർ. നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെ.എം. കെയ്ൻസിൻ്റെ പ്രസിദ്ധ സിദ്ധാന്തമായ പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ്. കെയ്നീഷ്യൻ തിയറിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ്. എഫക്റ്റീവ് ഡിമാൻഡ് എന്നാൽ മൊത്തം ചോദനവും മൊത്തം പ്രദാനവും തുല്യമാകുന്ന അവസ്ഥയാണ്. അതായത് എഫക്റ്റീവ് ഡിമാൻഡ് എന്നാൽ എ ഡി ആൻഡ് എ എസ് തുല്യമാകുന്ന അവസ്ഥ. എ ഡി മീൻസ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, എ എസ് മീൻസ് അഗ്രിഗേറ്റ് സപ്ലൈ. എഫക്റ്റീവ് ഡിമാൻഡിൽ അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും തുല്യമായിരിക്കും. എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്? അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നാൽ വിവിധ തൊഴിൽ നിലവാരങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമ്പോൾ ലഭിക്കുമെന്ന് കരുതുന്ന വരുമാനമാണ്. വരുമാനം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണിത്? വരുമാനം എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് എംപ്ലോയ്മെൻറ്റിൽ ഉൽപ്പാദകർക്ക് ലഭിക്കുമെന്ന് കരുതുന്ന വരുമാനം എന്നാൽ പ്രോസ്പെക്റ്റീവ് ഈൽഡ് ഫ്രം ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അതുപോലെ അടുത്ത കോമ്പോണൻ്റായ എ എസ് എന്നാൽ വിവിധ തൊഴിൽ നിലവാരങ്ങളിൽ ഉൽപ്പാദകർക്ക് വഹിക്കേണ്ടി വരുന്ന ചെലവാണ്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ചെലവ് എന്ന് പറയുന്ന ഘടകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എ ഡി വരുമാനമാണെങ്കിൽ എ എസ് ചെലവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച എ ഡിയിലും എ എസിലും ഉൾപ്പെടുന്ന കോമ്പോണൻസ് അടുത്തതായി പഠിക്കേണ്ടതുണ്ട്. എ ഡി എന്ന ഘടകത്തിന് രണ്ട് കോമ്പോണൻസ് ആണുള്ളത്. എ ഡി ഹാസ് ടു കോമ്പോണൻസ്, സി ആൻഡ് ഐ. വാട്ട് ഈസ് സി? സി മീൻസ് കൺസംഷൻ. ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ എ എസ് എന്ന ഘടകത്തിനും രണ്ട് ഘടകങ്ങളുണ്ട്. എ എസിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ സി പ്ലസ് എസ്. സി സ്റ്റാൻഡ്സ് ഫോർ കൺസംഷൻ, എസ് സ്റ്റാൻഡ്സ് ഫോർ സേവിങ്. അങ്ങനെയാണെങ്കിൽ ഈ എ ഡിയും എ എസും തുല്യമാകുന്ന ഒരു അവസ്ഥയിൽ മാത്രമാണ് എഫക്റ്റീവ് ഡിമാൻഡ് എന്ന സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നേരത്തെ പഠിച്ചതുപോലെ സി പ്ലസ് എസും സി പ്ലസ് ഐയും തുല്യമാകുമ്പോൾ മാത്രമാണ് എഫക്റ്റീവ് ഡിമാൻഡ് ഉണ്ടാകുന്നത്. അതായത് എ ഡിയുടെ കോമ്പോണൻസ് ആയ സി പ്ലസ് ഐയും എ എസിൻ്റെ കോമ്പോണൻസ് ആയ സി പ്ലസ് എസും തുല്യമാകുമ്പോൾ എഫക്റ്റീവ് ഡിമാൻഡ് ഉണ്ടാകുന്നു. എഫക്റ്റീവ് ഡിമാൻഡ് എന്ന സിറ്റുവേഷനിൽ എസ് ഈക്വൽ ടു ഐ ആയിരിക്കാം, അല്ലെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു എസ് ആയിരിക്കാം. എഫക്റ്റീവ് ഡിമാൻഡ് എന്ന ഈ കോൺസെപ്റ്റിനെ ഈസിലി ഇല്ലുസ്ട്രേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. In this diagram, level of employment is shown on the x-axis. Proceeds or receipts are shown on the y-axis. This is the ADF curve or aggregate demand function curve. This is the ASF, aggregate supply function curve. These curves are intersect at point E. E is the equilibrium point. With the help of this point, ON level of employment is determined. എന്താണ് ഇവിടെ സൂചിപ്പിച്ചത്? ചിത്രത്തിൽ എംപ്ലോയ്മെൻറ്റ് ഒ എക്സ് ആക്സിസിൽ എംപ്ലോയ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒ വൈ ആക്സിസിൽ പ്രൊസീഡ്സ് കാണിച്ചിരിക്കുന്നു.
പ്രൊസീഡ്സ് കാണിച്ചിരിക്കുന്നു. ADF എന്നത് അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷനെ കാണിക്കുന്നു. അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ. ASF എന്നത് aggregate demand function. ASF is the aggregate supply function curve. ADF is the aggregate demand function. Aggregate demand function curve. Aggregate demand function curve. ഒന്നുകൂടി പറയാം. കെനീഷ്യൻ തിയറിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് എഫക്റ്റീവ് ഡിമാൻഡ്. എഫക്റ്റീവ് ഡിമാൻഡ് എന്നാൽ ADയും ASും തുല്യമാകുന്ന അവസ്ഥയാണ്. AD എന്ന് പറഞ്ഞാൽ വിവിധ തൊഴിൽ നിലവാരങ്ങളിൽ ഉൽപ്പാദകർക്ക് ലഭിക്കുന്ന വരുമാനമാണ്. AS എന്നാൽ വിവിധ തൊഴിൽ നിലവാരങ്ങളിൽ ഉൽപ്പാദകർക്ക് വഹിക്കേണ്ടി വരുന്ന ചെലവാണ്. ADക്ക് 2 ഘടകങ്ങളുണ്ട്, C+I. ASനും 2 ഘടകങ്ങളുണ്ട്, C+S. അങ്ങനെ എഫക്റ്റീവ് ഡിമാൻഡ് എന്നാൽ ADയും ASും തുല്യമാകുന്നു. ആ സാഹചര്യത്തിൽ I=S ആവാം, അല്ലെങ്കിൽ S=I ആവാം. ചിത്രത്തിൽ എംപ്ലോയ്മെൻറ്റിനെ X അക്ഷത്തിലും പ്രൊസീഡ്സിനെ Y അക്ഷത്തിലും കാണിക്കുന്നു. ADF അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ കർവ്, ASF അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ കർവ്. എന്ന ബിന്ദുവിൽ രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യണു. ആ ബിന്ദുവിൽ വെച്ച് ON ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് നിർണ്ണയിക്കുന്നു എന്നാണ് കെയ്ൻസ് പറയുന്നത്. അടുത്തതായി ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഷോർട്ട് റണ്ണിൽ എഫക്റ്റീവ് ഡിമാൻഡിൻ്റെ ഭാഗമായ AS എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഷോർട്ട് റണ്ണിൽ AS റിമൈൻ കോൺസ്റ്റൻറ്റ്. അതിനാൽ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റിനെ നിർണ്ണയിക്കുന്നതിൽ പ്രാധാന്യമർഹിക്കുന്നത് AD ആണ്. അതായത് AD എന്നാൽ C+I ആണ്. ഇതിലെ ഘടകമായ C ഷോർട്ട് റണ്ണിൽ സ്ഥിരമായിരിക്കുകയാണെങ്കിൽ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് Iക്ക് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നു. അതിനാൽ I ആണ് എംപ്ലോയ്മെൻറ്റിനെ നിർണ്ണയിക്കുന്ന സുപ്രധാനമായ ഘടകം. ഒന്നുകൂടി പറയാം. ഷോർട്ട് റണ്ണിൽ EDയുടെ ഭാഗമായ AS റിമൈൻ കോൺസ്റ്റൻറ്റ്. AD ആണ് തൊഴിൽ നിലവാരത്തെ അപ്പോൾ നിർണ്ണയിക്കുന്നത്. ADയുടെ ഘടകമായ C+I പരിഗണിച്ചാൽ അതിലെ C is remain constant in the short run. So level of employment is closely related to changes in the level of investment in the economy. ഇമ്പോർട്ടൻസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റിനെ നിർണ്ണയിക്കുന്നതിൽ എഫക്റ്റീവ് ഡിമാൻഡിന് അതിയായ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് EDക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ക്ലാസിക്കൽ തിയറിയിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തമായ സേസ് ലോ ഓഫ് മാർക്കറ്റിനെ ഈ സിദ്ധാന്തം റെപ്യൂഡിയേറ്റ് ചെയ്യുന്നു, നിരാകരിക്കുന്നു. അതാണ് രണ്ടാമത്തേത്. എഫക്റ്റീവ് ഡിമാൻഡ് എന്ന കോൺസെപ്റ്റ് റെപ്യൂഡിയേറ്റ് ദ തിയറി ഓഫ് സേസ് ലോ ഓഫ് മാർക്കറ്റ്. നിക്ഷേപത്തിൻ്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നു. നിക്ഷേപത്തിൻ്റെ പ്രാധാന്യത്തെ കൂടുതൽ എടുത്തു കാണിക്കുകയാണ് ED ചെയ്യുന്നത്. അതുകൊണ്ടും ഈ സിദ്ധാന്തം വളരെ പ്രാധാന്യമുള്ളതാണ്. സമൃദ്ധിക്കുള്ളിലെ ദാരിദ്ര്യം എന്ന വൈരുദ്ധ്യത്തെ വിശദീകരിക്കുന്നു. അതും ഇതിൻ്റെ പ്രാധാന്യമാണ്. സമൃദ്ധമായ വളരെ അധികം സമ്പന്ന രാജ്യങ്ങളിൽ ഇടയിൽ നിലനിൽക്കാൻ ഇടയുള്ള ദാരിദ്ര്യമെന്ന വിഷമഘട്ടത്തെ വിശദീകരിക്കുന്ന സിദ്ധാന്തം കൂടിയാണ് ED. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ.